എല്ലാത്തിനും കെട്ടി തൂക്കത്തോളം കണ്ടല്ലോ. അവരെവിടെ പറഞ്ഞില്ലേ അവന്റെ വാലിട്ട് പൊട്ടിക്കടക്കും. ശരിയാ പച്ച. എടാ വിട്ടുപൊക്കോ, അവൻ കരോളുണ്ടാക്കാൻ വന്നിക്കുന്നു. എടാ പൊക്കോ നീ, അല്ലെ നിന്നെ തൈക്കുള്ളൂ ഇവിടിട്ട് കത്തിക്കും. ഉള്ള കാര്യം പറയാ, വേഗം പൊക്കോ, അല്ലേ വന്ന് നിർത്തിട്ട് കത്തിക്കും. ആകെ മൊത്തം പൊഞ്ഞിരിക്കണ്. ഞാൻ പോയാണ്. അന്ന് മുങ്ങിയാണമാര്, പിന്നെ ഇന്നാണ് പൊങ്ങള് വധൂരികള്. ആ സംഭവം കഴിഞ്ഞിട്ട് ഒരു വർഷമായടോ. എന്റെ പൊന്നു തൊമ്മാ, നീ അത് ഓർപ്പിക്കാടാ. നാട് മൊത്തം ദാരി. എന്തായാലും ആ നാടക്കണക്ക് പോന്നില്ലോ അതിയത്ത പോയതന്നെ. എടാ ഇങ്ങനെ പോവാനാടാ, അമ്മാതിരി സ്ഫോടനമല്ലേ നമ്മുടെ നടന്ന്. നിന്നൊക്കെ തല്ലി നോക്കേ, ഒരു കാര്യമില്ലണ്ടാവും മരനെ കെട്ടിട്ടടിച്ച്. എന്നാലും അവൻ നോക്കിട്ട് എന്ത് പണിയാണല്ലോ തന്നത്. എന്റെ പൊന്നടാ, നീ അവന്റെ കാര്യമൊന്നും മിണ്ടായിരിക്കേ. അവന്റെ കോപ്പിലെ കുപ്പിയും കരോളും. എടാ എന്നേലും അവനെ എന്റെ കിട്ടും. അന്ന് ഞാൻ അവനെ അടിച്ച് സേഫ് മാറ്റും. ആദ്യം നീ മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കും, പിന്നെ നീ തല്ല നടക്ക്. നിങ്ങ ഓരോന്നും പറഞ്ഞ് വെറുതെ മനുഷ്യന്റെ മൂടുകളയല്ലേ. എന്തായാലും മൂട് പോയി. നമുക്ക് ശാന്തേജ് ഷാപ്പിൽ പോയി 2 അടിച്ചാലോ? അത് നല്ലൊരു ആശയാണ് അല്ലേ? കള്ളൊന്നും എനിക്ക് വേണ്ട. അടിക്കുകയാണെങ്കിൽ ഞാൻ കൂടിയ സാധനം അടിക്കുള്ളൂ. കൂടിയ സാധനം പൂച്ചാൻ പോയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണത്. വേണമെങ്കിൽ വന്ന് അടിക്കടോ. ആ കള്ളക്ക് കള്ള് പോവാ. പോയേക്കാം. ആ ഞണ്ടറി നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ. പിന്നല്ല, ഓ തോന്നി ശാന്തേജ് ഞണ്ട് അടിപൊളിയാണ്. നിന്റെ ശാന്ത ചേച്ചി ഏത് വകയിലടാ? ഞാനേ പോയേക്കോട്ടാ. അല്ലടാ ഞാനുണ്ട്. നമുക്ക് ക്ലബിൽ പോയി ക്യാരംസ് കളിച്ചാലോ? എന്താടാ ഇതാവണല്ലേ തിമ്മിനിയാണാന്ന്.
വാടാ, ഇല്ലടോ അവരെ തല്ലണ്ടടാ. അവന് ഉസൈൻ ബോൾട്ടാണ്. മതി മതിന്ന് വാടാ, എടാ ഹരിയേട്ടാ മതി നീ ഓടാ, നീ വാടാ. അടുത്തൊന്നും കിട്ടൂലടോ. എന്റെ പുറകെ ഓടണം, എന്റെ പുറകെ ഓടണം. പോ ഓക്കെ ഇവനോട് ഞാൻ പറയണ്ട. എടാ ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. വട 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 ഹരിയേട്ടാ, അവൻ എടാ, ഒരു കരോളിന്റെ പേര് പറഞ്ഞ് നീ ആളെ പൊട്ടും മറിച്ചില്ല. ചെരുപ്പിലടിക്കാ പന്നീന്. കൊടുക്കണം കൊടുക്കാന് എടാ എടാ എനിക്ക് പറയാനുള്ളൂ ഒന്ന് കേക്കടാ. ഈ ഒരു കോപം പറയടാ. ഹരിയേട്ടാ, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് നീക്കെന്നെ കൊന്നോ? ഇതിക്കുള്ള എന്ത് പറയാനാണ്ടാ? ഡാ, അവന് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുത്തല്ലോ. ആ, ഇനി അവൻ പറയട്ടടാ. ആ, പറയടാ. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഞാനും അവളും തമ്മില് പള്ളിയിൽ സൺഡേ സ്കൂളിൽ പഠിക്കണ കാലം തുടങ്ങിയ ബന്ധം. എടാ പട്ടി, നീ അപ്പൊ ഞങ്ങളെ പറ്റിക്കരുതല്ലടാ. എനിക്ക് പറയാനുള്ളത് കേക്കടാ. എടാ, ഞാൻ ജീവിതത്തില് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഓരോരു പെണ്ണ അവളാടാ. അവളെ ഞാൻ എങ്ങനെയാ വിട്ടുകൊടുക്കുക? ആ കരോളിന്റെ 2 ദിവസം മുമ്പ് അവിടെ വെച്ച് തന്ന് ആ എരുമ ചേട്ടന്മാരും കൂടി വന്ന് എന്നെ ഒരുപാട് തല്ലിടാ. ഞാൻ എങ്ങനെയാടാ അവളെ വിട്ടുകളയാ? അവളാണെ ഞാനെ ചത്തളയെന്നാ പറയണേ. അവിടെ ചത്ത ഞാനും ചാവും. അവളുടെ ചേട്ടന്മാരോട് തന്നിടും. ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? എടാ തൊമ്മ, നീ പറയടാ. കരയല്ലേ ചിമ്മിടെ. എനിക്ക് ആരുമില്ലടാ. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എടാ,
ഒരുപാട് തല്ലിയോടാ. എന്നെ പട്ടിയെ തള്ള പോലെ തല്ലിടാ. നിങ്ങൾക്കൊരു കുഴപ്പം വരണമെന്ന് വെച്ചാ ഞാനിതൊന്നും പറയാതിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. നിനക്കൂട്ടാ എന്നോട് ക്ഷമിക്കടാ. എടാ അവന്മാര് നമ്മളെ എല്ലാം തല്ലി നാട്ടുകാരുടെ മുന്നേ നമ്മുടെ വിലയെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് തിരിച്ചടിക്കാനുള്ള സമയം. വേണ്ട വിനിക്കൂട്ടാ, ഞാൻ കുറച്ച് നാളായിട്ടു അവളായിട്ട് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയിട്ട്. എടാ വേണ്ടടാ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ലടാ ചിമ്മിനി. തിരിച്ചു പണിയോ. മറ്റന്നാളല്ലടാ ക്രിസ്മസ്. നമുക്ക് അവസാനമായിട്ട് ഒരു കരോള് കൂടി അങ്ങ് വെക്കാം. എടുത്ത് നോക്കടാ. ഒടുക്കത്തവനായിട്ട് ഷഡ്ഡിടാൻ മറന്നല്ലോ. ഹരിയേട്ടാ ഇത് വേണോ? വേണം. താട്ടിക്കോ. ഹാപ്പി ക്രിസ്മസ് മക്കളെ. കൊള്ളാലോടാ മക്കളെ. ഈ പുതിയ പിള്ളേരുടെ ഒരു കാര്യേ, എല്ലാവരും പപ്പഞ്ഞമാരാണല്ലേ. സംഭവം വളരെ കളറായിട്ടുണ്ട്. നമ്മക്കൊന്ന് അടിച്ചു പൊളിക്കണം. തലേന്ന് അടിച്ച് പൊളിച്ചാലാടാ കള്ളക്കളവാ. എന്താണ് പിള്ളേരെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത്? മനസ്സിലായി. ഹരിയേട്ടാ പുള്ളിക്കേ നമ്മ അടിക്കാമെന്നാന്ന് മനസ്സിലായി തോന്നുന്നു കേട്ടോ. നിങ്ങക്ക് വിശക്കുന്നുണ്ടല്ലേ? എടി മോളെ, പിള്ളേർക്ക് കുറച്ച് കേക്ക് എടുത്തിട്ട് പോന്നെടി. ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾ ഇപ്പൊ വരും. ഉപ്പേരിയാ ക്രിസ്മസിനാ. ഇങ്ങോട്ട് വെക്കടേ. ഓഹോ, വീണ്ടും പ്ലം കേക്ക്. എടാ വേണ്ട, കേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണ, എടുത്ത് കഴിക്കടാ. വന്നെടുക്കടാ, എടുത്ത് കഴിയടാ പിള്ളേരെ. അതിലേ ഹരിയേട്ടാ, അത് കേക്ക് വെച്ചിട്ട് പ്രതിദാനം ചെയ്താൽ മതി. എടാ മക്കളെ, കേക്ക് എടുത്ത് കഴിക്കടാ. വാടാ മക്കളെ, വിഷമം ഹരിയേട്ടാ. വാടാ, എടുത്ത് കഴിക്കടാ. ഞാൻ വരാൻ പറ്റാ. ഹായ്, കേക്ക് എടുത്തോട്ടെ. കാര്യം പറടി. എന്താ പറ. നമ്മുടെ അളമാരിയിലിരുന്ന പൊന്നും പണവും എല്ലാം പപ്പാഞ്ഞ എടുത്തോണ്ട് പോയി. ഏത് പാപ്പ? ചിമ്മിനിന്റെ എടാ ചിമ്മിനിടാ. ഞാൻ പറയണ പോലെ ചെയ്യാൻ പറ്റുമോ? എടി അതിപ്പോ ഞാൻ എങ്ങനെ? നിങ്ങക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ ഭയങ്കര ധൈര്യമായിരുന്നല്ലോ. എടി അതുപോലെയാണ് ഇത്. അതുപോലെ തന്നെയാണ് ഇതും. എന്റെ അപ്പച്ചനാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പോണില്ല. എന്റെ 2 പൊട്ടൻ ചേട്ടന്മാർക്ക് അത് ഉപയോഗിക്കാനോ അറിയില്ല. എടി എന്നാൽ ഈ മോഷണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ? എനിക്ക് അവകാശപ്പെട്ട സാധനം എന്റെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോ അതെങ്ങനെ മോഷണാവും?
പറയണതൊക്കെ ശരി തന്നെ. പക്ഷേ മോഷണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് ഒറ്റയ്ക്ക് ചെയ്യും? നിങ്ങടെ പഴയ കുറെ കൂട്ടുകാരില്ലേ, ആ മണ്ടന്മാരെ വിളിക്കും. അതും പറഞ്ഞ അവന്മാരുടെ അടുത്തേക്ക് എന്നാ എന്റെ കയ്യും കാലും തല്ലി പിടിക്കും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയണ പോലെയൊക്കെ ചെയ്യണം. പറ്റോ? നിങ്ങൾ ആദ്യം ആ മണ്ടന്മാരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. അവർക്ക് സംശയമൊന്നും തോന്നരുത്. പിന്നെ നിങ്ങളുടെ സ്വഭാവം വെച്ച് ഓവർ ആക്ട് ചെയ്ത് കോളം നോക്കരുത്. നിന്റെ ശാന്ത ചേച്ചി ഏത് പകരടാ? ഞാനേ പോയേക്കോട്ടാ. ഞാനുണ്ട്. നമുക്ക് ക്ലബ്ബിൽ പോയി കാരംസ് കളിച്ചാലോ? പിന്നെ അവന്മാരുടെ മുന്നിൽ ചെന്ന് വെട്ട എന്തായാലും തന്നെ പഞ്ഞിക്കിടും. കുറച്ചൊക്കെ സഹിച്ചാലും കുഴപ്പമില്ല. എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പെങ്കൊച്ചാണ് അവള്. അവളെ ഞാനെങ്ങനെയാ വിട്ടുകളയാ? എല്ലാ കൂട്ടുകാരും വീഴുന്നത് ഒരേ ഒരു കാര്യത്തിലാ, സെന്റിമെന്റ്സ്. അതങ്ങട് ആവശ്യത്തിന് വാരി വിതറുക. പിന്നെ നീയൊന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ ആ മണ്ടന്മാർ നോക്കിക്കോളൂ. ആ കാരോളുടെ 2 ദിവസം മുമ്പ് അവിടെ വെച്ച് തന്ന എരുമ ചേട്ടന്മാരും കൂടി വന്ന് എന്നെ ഒരുപാട് തല്ലി. മണ്ടന്മാര് വിശ്വസിച്ചെന്നാ തോന്നുന്നു. മറ്റന്നാളല്ലടാ ക്രിസ്മസ്. അവസാനമായിട്ട് നമുക്കൊരു കരോൾ കൂടി നോക്കാം.